സാറോടെ സാറ് ഏ സാറോടെയാണ്. ഹലോ, ആ, നീ ആരാ? അല്ല സാർ രാവിലെ വിളിച്ചിട്ട് എൻ്റെ അടുക്ക് പറഞ്ഞായിരുന്നു, പിന്നെ പാളിയിലെ ഒരു പാതി തരാമെന്ന് പറഞ്ഞു. ഹലോ, നിനക്ക് എന്തിന്റെ കേടാണ്? ആരാടാ നീ? അല്ല സാറ്, എനിക്ക് പാളിയിലെ പകുതി രാവിലെ തരാമെന്ന് പറഞ്ഞു. രാവിലെ നീ അല്ലേ വിളിച്ചിട്ട് ഇന്നലെ ചോദിച്ചതല്ലേ? ഓ അതിന്റെ പകുതി തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. വന്നാ മതി. സാറേ എവിടെയാണ് വരാനുള്ളത്? നിന്നെ വരേണ്ട സ്ഥലത്ത് ഞാൻ പറയാം, അവിടെ വന്നാ മതി. ക്വാർട്ടേഴ്സിൽ വരണോ, കുറച്ച് എവിടെ കഴിയല്ലേ? വരണോ? സാറേ കോട്ട് ഇട്ടിട്ട് വരണോ? റെയിൻ കോട്ട് ഇട്ടിട്ട് വരണോ? അവിടെ തന്നെ വരാനുള്ളത്. ആ അത് തന്നെ. ആ അവിടെ വന്നോ, പാവപ്പെട്ട കൊച്ചിനെയും കൂടെ നിങ്ങൾ. ഹലോ, കടമ്പള്ളി അണ്ണാ. ഹലോ അണ്ണാ, പിന്നെ ഞാൻ ഇപ്പൊ ഒരു വാർത്ത കണ്ടിട്ട് വിളിച്ചത്. മറ്റേ ശബരിമല കേസില് അതിലിപ്പോ എന്തെങ്കിലും പ്രശ്നമാവോ അണ്ണാ? അറസ്റ്റ് വല്ലതും വരുമോ? ആരാണിത്? അണ്ണന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന അതിൽ കക്ഷി ചേരണോ എന്നാണ് ആലോചിക്കുന്നത് ഞാൻ. ആ കേസില് ഞാനൊന്ന് കക്ഷി ചേരട്ടെ എന്നാണ് ചോദിച്ചത്. അണ്ണ, ഞാൻ അണ്ണന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന. ഓ മറ്റേ അന്ന് CIക്കെതിരെ പോക്സോ കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? എന്റെ മോള് കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ ചെയ്തില്ലേ? മറ്റേ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അണ്ണൻ വന്ന് പ്രസംഗിച്ചില്ലേ? ഓ ഇപ്പൊ ശബരിമല കേസ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണെന്നാ വാർത്ത ന്യൂസിൽ കിടക്കുന്നത്. അണ്ണൻ കണ്ടില്ലേ? അണ്ണൻ കണ്ടില്ലേ? വാർത്ത വളരെ വലിയ ന്യൂസ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ കണ്ടില്ല. അയ്യോ അണ്ണ, ഭയങ്കര ന്യൂസ് ആയിട്ട് കിടക്കണ അണ്ണ. ഒന്ന് തിരക്കി നോക്കണ്ണ. എന്തേലും വന്നെങ്കിൽ ഞാനും കൂടെ കക്ഷി ചേരാ അതില്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും CPM കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പങ്കുണ്ട് എന്ന് കോടതി പോലും കണ്ടെത്തിയ, ശബരിമലയിൽ 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന, 1 തവണ ദേവസ്വം പ്രസിഡന്റായിരുന്ന N വാസുവിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. കേവലം 3 മിനിറ്റ് മാത്രമാണ് N വാസുവിൻ്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിശോധിച്ചത്. വിശദമായ വാദം കേൾക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ വിശദമായ പരിശോധനയൊന്നും തന്നെ വാസുവിൻ്റെ ജാമ്യ ഹർജിയിൽ ഉണ്ടായില്ല. ഒരേ ഒരു കാര്യം മാത്രമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. നിങ്ങൾ ദൈവത്തെ പോലും, ആരാധിക്കുന്ന ദൈവത്തെ പോലും കട്ടുവല്ലേ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് വാസുവിൻ്റെ ജാമ്യ ഹർജി കീറി എറിഞ്ഞ് ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി വരുമ്പോൾ നോട്ടീസ് അയക്കുക, അല്ല എന്നുണ്ടെങ്കിൽ വിശദമായി പഠിക്കുക, മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക എന്നിങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ പാലിക്കാറുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന നിങ്ങൾക്ക് എന്തായിരുന്നു പിന്നെ ശബരിമലയിൽ പണി എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ദേവനെ പോലും കട്ടു, ആരാധനാമൂർത്തിയായ ദേവനെ പോലും നിങ്ങൾ കട്ടു. നിങ്ങൾക്ക് ജാമ്യം വേണം എന്നുണ്ടെങ്കിൽ കീഴ്ക്കോടതിയെ സമീപിക്കുക. ഏത് കോടതിയിലാണ് കേസ് നിലനിൽക്കുന്നത്, ഏത് കോടതിയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന് നോക്കി നിങ്ങൾക്ക് ആ കോടതിയിൽ തന്നെ, കേസ് നടപടി ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കോടതിയിൽ തന്നെ നിങ്ങൾ ജാമ്യ ഹർജിയുമായി പോകുക. സുപ്രീം കോടതി ഈ നിങ്ങളുടെ ജാമ്യ ഹർജി ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു അവസരം കൂടി വാസുവിനില്ലാത്ത തരത്തിൽ തന്നെയാണ് വാസുവിൻ്റെ ഹർജി കോടതി വലിച്ചു കയറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും കാരണത്തേറ്റ വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ദേവന്റെ സ്വത്ത് മോഷ്ടിച്ച്, ദേവന്റെ സ്വത്തുകൾ പരിപാലിക്കേണ്ട ആളുകൾ തന്നെ ദേവന്റെ സ്വത്ത് മോഷ്ടിച്ചു എന്ന് തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി CPMന്റെ എല്ലാ നേതാക്കളും സുപ്രീം കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി ചെന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവർക്കുള്ള താക്കീത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് വാസുവിന് ജാമ്യം കിട്ടാതിരുന്നത് പോലെ ഇനിയും സുപ്രീം കോടതിയെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന, റിമാൻഡിൽ കഴിയുന്ന ആളുകൾ ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രീതി ഇപ്പോൾ വാസുവിനോട് കാണിച്ച അതേ നടപടിക്രമങ്ങളിൽ തന്നെ ആയിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിലത്തും നിറുകയിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടകംപള്ളി ഓടിക്കൊണ്ടിരിക്കുന്നു. കടകംപള്ളി സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതിനെ തുടർന്ന് മാധ്യമ വാർത്തയുടെ പിൻബലത്തിൽ തന്നെ ഇപ്പോൾ കടകംപള്ളിക്ക് ഫോൺ എടുക്കാനേ നേരമുള്ളൂ. ഫോൺ എടുത്തു കഴിഞ്ഞാൽ കടകംപള്ളിക്ക് മുതുമുത്തച്ഛന്മാർക്ക് അടക്കമാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണ്ണാ, ഞാൻ അങ്ങോട്ട് വരട്ടെ, ഇപ്പോൾ
സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കേസുകൾ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ അതിൽ കക്ഷിയാവട്ടെ, അണ്ണൻ അറിഞ്ഞില്ലേ കണ്ടില്ലേ എന്നൊക്കെയാണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചുകൊണ്ട് പരിഹാസദ്യോതകമായി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കടകംപള്ളിയോട് സംസാരിക്കുന്നത്. മറ്റൊരാളാകട്ടെ കടകംപള്ളിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് താങ്കളെ ഒന്ന് കാണണം, അണ്ണ എനിക്ക് സ്വർണ്ണപ്പാളിയുടെ പകുതി തരാ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പാളി തരാതിരുന്നത്? ഞാൻ രാവിലെയും വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതുപോലെ കടകംപള്ളിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. നാട്ടുകാരോ അല്ല എന്നുണ്ടെങ്കിൽ കടകംപള്ളിയുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരോ ആരായാലും കടകംപള്ളിക്ക് ഫോൺ എടുക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ, അഥവാ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി അടിച്ചു മാറ്റിയിരിക്കുന്ന സ്വർണ്ണപ്പാളി എവിടെയാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്നും വരുന്നത്. അക്ഷരാർത്ഥത്തിൽ കടകംപള്ളി പ്രകോപിതനായി സംസാരിക്കുന്ന നില പോലും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അക്ഷരാർത്ഥത്തിൽ CPM-നെ വെട്ടിലാക്കിയിരിക്കുന്നു. ഏതു വിധേനയും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന പടം ഉയർത്തി കാണിച്ചുകൊണ്ട് അടൂർ പ്രകാശിനും സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമെല്ലാം സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്, CPM-ന് മാത്രമല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി CPM ആവത് പണിപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും യേശുന്നില്ല. ഇന്ന് നിയമസഭയിലും ഇത് തന്നെയാണ് കണ്ടത്. പ്രതിപക്ഷ ഭരണപക്ഷ വാക്പ്രതിവാദങ്ങൾ കാണുകയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒടുവിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ SIT വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തും. SIT-യുടെ സാധാരണ ചോദ്യം ചെയ്യൽ ക്രമങ്ങൾ അനുസരിച്ചിട്ട് ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അഥവാ ഇനി SIT കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനകൾ തന്നെ പുറത്തു വരുന്നു. ഈ തരുണത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒരേ സമയത്ത് വ്യാപകമായ സെർച്ച് നടത്തിയത്. ഈ സെർച്ചിൽ ഏതാണ്ട് 21 ഇടത്തു നിന്ന് തന്നെയാണ് നിർണായകമായ പല തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെർച്ച് ചെയ്തതിൽ നിന്നും സ്വർണം ചെമ്പാക്കി മാറ്റിയ രേഖകൾ പോലും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ദേവസ്വത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാറില്ല. ഉത്സവം നടത്തിപ്പ് മാത്രമാണ് ദേവസ്വം മന്ത്രിയുടെ തൊഴിൽ. അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തിപ്പിച്ച് കൊടുത്തുന്ന ഒരാൾ മാത്രമാണ്. അല്ലാതെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു ക്ഷേത്രങ്ങളുടെ ഭരണത്തിലും ഇടപെടാറില്ല എന്നൊക്കെ കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിശദീകരണങ്ങളെല്ലാം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോകുന്നു. അഥവാ മാധ്യമങ്ങളുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുൻപിൽ കടകംപള്ളി മറുപടി പറയാനാവാതെ ചൂളി വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും ഇന്നും കടകംപള്ളി മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ പല ചോദ്യങ്ങൾക്കും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ പോയി അന്വേഷിക്കൂ, അത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എവിടെയാണ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയങ്ങളെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്, അവിടെ പോയി അന്വേഷിക്കൂ എന്നൊക്കെയാണ് ഒരു ജനപ്രതിനിധി പറയുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരന് ഉള്ള സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ ഈ പൊതുപ്രവർത്തകർ, എങ്ങനെയാണ് ഇവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം എങ്ങനെയാണുള്ളത്, ഇവർക്ക് അതിനുള്ള ആർജവം എന്താണ് അതിനുള്ള കഴിവ്? പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സാമാന്യേന പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക എന്നൊരു ദൗത്യമാണ് ഇതം പ്രഥമമായി ഒരു പൊതുപ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ടത്. പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വരെ അസഹിഷ്ണുതാപൂർവ്വം പെരുമാറുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇവർക്ക് ഈ രംഗത്ത് തുടർന്ന് പോകുവാനുള്ള അവസരമുണ്ടായിരിക്കുക, യോഗ്യത ഉണ്ടായിരിക്കുക എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു. ED കൂടി അന്വേഷിക്കുന്നതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായി റഡാറിലായിരിക്കുന്നു. ഏത് നിമിഷവും കടകംപള്ളിയുടെ അറസ്റ്റ് സംഭവിക്കും എന്നറിഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും വെട്ടിലായിരിക്കുന്നു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം നിൽക്കുന്ന പടം ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രം ഇനി സ്വർണ്ണക്കൊള്ളയെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് പിണറായി വിജയനും മനസ്സിലായിരിക്കുന്നു. കടകംപള്ളി ഓരോ ദിവസം ചെല്ലുന്തോറും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് നടത്തുന്ന ഓരോ വിശദീകരണവും CPM-നും പിണറായി വിജയനും വീണ്ടും വീണ്ടും കുരുക്കായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കടകംപള്ളിയെ വിളിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളിയുടെ പകുതി തരുമോ അണ്ണ, ഈ കേസിൽ ഞാനും കൂടി കക്ഷി ചേരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കടകംപള്ളിയെ വിളിച്ച് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സാറോടെയാണ്. ഹലോ, നീ ആരാ? അല്ല സാർ രാവിലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പാളിയിലെ ഒരു പാതി തരാന്ന് പറഞ്ഞു. ഹലോ, നിനക്ക് എന്തിന്റെ കേടാണ്? ആരാടാ നീ? അല്ല സാറേ, എനിക്ക് പാളിയിലെ പകുതി രാവിലെ തരാന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചിട്ട് ചോദിച്ചതല്ലേ?
ഓ അതിന്റെ പകുതി തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. വന്നാ മതി. സാറേ എവിടെയാണ് വരാനുള്ളത്? നിന്നെ വരേണ്ട സ്ഥലത്ത് ഞാൻ പറയാം, അവിടെ വന്നാ മതി. ക്വാർട്ടേഴ്സിൽ വരണോ എവിടെ വരണോ? സാറേ കോട്ട് ഇട്ടിട്ട് വരണോ? റെയിൻ കോട്ട് ഇട്ടിട്ട് വരണോ? അവിടെ തന്നെ വരാനുള്ളത്. ആ അത് തന്നെ. ആ അവിടെ വന്നോ? പാവപ്പെട്ട കൊച്ചിനെയും കൂടെ നിങ്ങൾ. ഹലോ കടമ്പള്ളി അണ്ണാ. ഹലോ അണ്ണാ, പിന്നെ ഞാൻ ഇപ്പൊ ഒരു വാർത്ത കണ്ടിട്ട് വിളിച്ചത്, മറ്റേ ശബരിമല കേസില്. അതിലിപ്പോ എന്തെങ്കിലും പ്രശ്നമാവോ അണ്ണ? അറസ്റ്റ് വല്ലതും വരുമോ? ആരാണിത്? അണ്ണന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന അതിൽ കക്ഷി ചേരണോ എന്നാണ് ആലോചിക്കുന്നത് ഞാൻ. ആ കേസില് ഞാനൊന്ന് കക്ഷി ചേരട്ടെ എന്നാണ് ചോദിച്ചത്. അണ്ണ ഞാൻ അണ്ണന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന. ഓ മറ്റേ അന്ന് CIക്കെതിരെ പോക്സോ കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, എന്റെ മോള് കൊടുത്തു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ ചെയ്തില്ലേ, മറ്റേ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്. അണ്ണൻ വന്ന് പ്രസംഗിച്ചില്ലേ? ഓ ഇപ്പൊ ശബരിമല കേസ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണ വാർത്ത ന്യൂസിൽ കിടക്കുന്നത് അണ്ണൻ കണ്ടില്ലേ? അണ്ണൻ കണ്ടില്ലേ? വാർത്ത വളരെ വലിയ ന്യൂസ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ കണ്ടില്ല. അയ്യോ അണ്ണ ഭയങ്കര ന്യൂസ് ആയിട്ട് കിടക്കണ അണ്ണ, ഒന്ന് തിരക്കി നോക്കണ്ണ. എന്തേലും വന്നെങ്കിൽ ഞാനും കൂടെ കക്ഷി ചേരാ അതില്. ഓ ശരി ശരി.